ഓരോ സാരിയും വെറും നൂലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല മകളെ. അതിൽ ഓർമ്മകളുടെ ഊടും പാവും ഇഴകളായിട്ടുണ്ട്. ഓർമ്മകളുടെ ഉടുപ്പൊടുത്താണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. അതെ, സത്യമാണ്. ഓർമ്മകൾക്കുള്ളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. നീ ആർക്കുപഹാരം നൽകാമെന്ന് വാക്ക് നൽകിയോ അത് അവരുടെ കൈകളിൽ എത്തിയ മതിയാകും. ഞാൻ മറന്നുപോയതാണമ്മേ. അതൊക്കെ സംഭവിച്ചു പോയി. ഞാനത് തിരുത്തിക്കൊള്ളാം. തിരുത്തണം, ഇന്ന് തന്നെ. അമ്മയുടെ പങ്ക് അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കപ്പെടണം. അത് അമ്മയ്ക്കുള്ളതാ. ഇന്ന് നീ അത് ചെയ്തില്ലെങ്കിൽ അമ്മയുടെ കോപം അനുഭവിക്കും നീ. അമ്മ കോപിച്ചാൽ കണ്ണുകൾ കത്തിയെരിഞ്ഞ് അന്ധയാകും നീ. പിന്നെ ജീവിതം മുഴുവനും ഇരുട്ടേ കൂടെ ഉണ്ടാകും. ഇരുട്ട് മാത്രം, ഇരുട്ട് മാത്രം. അമ്മേ, 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 ശ്രീ, ഇതെന്താടി കുറെ ന്യൂസ് പേപ്പറായിട്ട് രാവിലെ? ഇത് രവിവർമ്മൻ സാറ് കൊണ്ടുവന്നതാടി. ആ, അത് കൊള്ളാം. സാർ ഇപ്പൊ ഈ പണി തുടങ്ങിയോ? പേപ്പർ ഇടല്? ഒന്ന് പോടി അവിടുന്ന്. ആദ്യം നീ ഈ പേപ്പർ ഒന്ന് നോക്ക്. അപ്പൊ രവിവർമ്മൻ സാർ ഇത് കൊണ്ടുവന്ന എന്തിനാന്ന് നിനക്ക് മനസ്സിലാവും. ആ. രാജനന്ദിനി ഫാബ്രിക്സ് ഹെഡായി മിസ് ശ്രീലക്ഷ്മിയെ നിയമിച്ചിരിക്കുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷമായി ശ്രീ, സന്തോഷമായി എനിക്ക്. അല്ലടി, ഇക്കാര്യം രവി സാറിനോട് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നോ? അത് രാവിലെ ഇത്ര ദൂരം വരേണ്ട കാര്യം എന്തായിരുന്നു? ഇതാണ് പ്രണയം. നിനക്കത് പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാ. അതെ അതെ, എനിക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇത് എത്ര നാൾ നീണ്ടുപോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. പ്രേമത്തിന്റെ സുഖവും സങ്കടവും അതന്നെയടി. അനിശ്ചിതത്വം, ഒന്നിനും ഒരു തീർച്ചയും കാണില്ല. അതാണ് അതിന്റെ രസതന്ത്രം. ആഹാ, പ്രേമത്തില് റിസർച്ച് നടത്തുന്ന പോലെയാണല്ലോ നിന്റെ ഈ സംസാരം കേട്ടാൽ. നീ ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ട് നടന്നോ, ഒടുവിൽ സാന്ദ്ര മാഡം രവിവർമ്മൻ സാറിനെയും കൊണ്ടുപോകും. അപ്പോഴേ നീ പഠിക്കൂ. ഒരിക്കലുമില്ല. സാന്ദ്ര മാഡം നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല കൃഷ്ണ. ഷീസ് എ ലേഡി ഓഫ് ക്യാരക്ടർ. അത് നിന്റെ ശുദ്ധ മനസ്സുകൊണ്ട് തോന്നുന്നതാ. പ്രേമത്തിലും അസൂയയിലും പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാ. താൻ ഈ സ്വഭാവം കാണിക്കും. ഏയ്, അങ്ങനെ അല്ലടി. സാന്ദ്ര മാഡത്തിന് സാറിന് ഇഷ്ടം തന്നെയാ. പക്ഷെ ആ ഇഷ്ടം വേറെ, സാറിന് എന്നോടുള്ള ഇഷ്ടം വേറെ. നമ്മൾ കണ്ടിരുന്നോ കാർത്യായനി ക്ഷേത്രത്തിൽ വെച്ച്? അതെ അമ്മേ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അഷ്ടമിയായിരുന്നു. ഇന്നും അഷ്ടമിയാ. അതെ, എല്ലാ അഷ്ടമിക്കും കുട്ടി അമ്പലത്തിൽ വരുമല്ലേ? അതെ അമ്മേ.
എല്ലാ അഷ്ടമിക്കും അമ്പലത്തിൽ വരുന്നത് നല്ലതാണെന്നാ അച്ഛനും അമ്മയും പറയാറ്. അവരുടെ വാക്കുകൾ അനുസരിക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും. സോറി അമ്മേ, ഞാൻ വെറുതെ സംസാരിച്ച അമ്മയുടെ സമയം പാഴാക്കുന്നില്ല. അമ്മ പ്രാർത്ഥിച്ചോളൂ. ആ, ഞാൻ ദേവിക്ക് സമർപ്പിക്കാനാ ഈ സാരി കൊണ്ടുവന്നത്. പക്ഷേ ഈ കത്തിയ സാരി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റില്ല. ആ, സത്യം പറഞ്ഞ കുട്ടിയെ നോക്കി നിന്നപ്പോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. അതിനിടയില സാരിക്ക് തീ പിടിച്ചത്. അയ്യോ, ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത്? സോറി അമ്മ, ഞാൻ അറിയാതെ. അല്ലല്ല, തെറ്റെന്റേത് തന്നെയാ. അല്ല, ഈ സാരി കണ്ടപ്പോ ഇത് രാജനന്ദിനി സാരിയാണെന്ന് കുട്ടി കൃത്യമായി പറഞ്ഞല്ലോ. അതെങ്ങനെ മനസ്സിലായി? രാജനന്ദിനി പട്ടിന് കടുത്ത നിറങ്ങൾ കുറവായിരിക്കും. ഒരുപാട് ഡിസൈൻസും ആർട്ട് വർക്ക്സും കാണില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇത് വാങ്ങി കൊടുക്കുന്നവര് പിന്നെ ഇത് മാത്രമേ വാങ്ങൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെടും. പ്രധാന കാരണം ഇതിന്റെ ക്വാളിറ്റിയും വില കുറവാ. ആഹാ, കൊള്ളാലോ. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എന്റെ അച്ഛനൊരു ചെറിയ ടെക്സ്റ്റൈൽസിലാ ജോലി ചെയ്യുന്നത്. അച്ഛൻ എപ്പോഴും രാജനന്ദിനി പട്ടിനെ കുറിച്ചും അതിന്റെ നെയ്ത്തിനെ കുറിച്ചും പറയാറുണ്ടമ്മേ. ആഹാ, ആ കടയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് രാജനന്ദിനി സാരികളാ. രാജനന്ദിനിയാണ് ബെസ്റ്റ്, എല്ലാവർക്കും അറിയാതെ. കുട്ടിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അയ്യോ അമ്മേ, ഞാൻ വെറുതെ 2 വാക്ക് പറഞ്ഞതിനാണോ സമ്മാനം? എനിക്കൊന്നും വേണ്ടമ്മേ. അങ്ങനെയല്ല, കുട്ടി ഇപ്പൊ പറഞ്ഞില്ലേ മുതിർന്നവരുടെ വാക്ക് കേൾക്കുമ്പോ കുട്ടിക്ക് സമാധാനാവുമെന്ന്. അപ്പോ ഇത് എന്റെ സമാധാനത്തിനും എന്റെ സന്തോഷത്തിനുമാ. ആ, കുട്ടിയുടെ അഡ്രസ് തന്നോളൂ. എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ. അതമ്മേ, ഞാൻ അഡ്രസ് തരാം. അമ്മക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്കും വരാം. പക്ഷെ പ്ലീസ് ഒന്നും കൊണ്ടുവരരുത്. അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാ. അത് പറ്റില്ല. കുട്ടിക്ക് എന്തെങ്കിലും തരാതെ എനിക്ക് മനസ്സമാധാനം ആവില്ല എന്നൊരു തോന്നല്. ഞാൻ ഈ അമ്പലത്തിൽ വന്ന് കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെയൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നുവെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് എന്തെങ്കിലും കുട്ടിക്ക് തന്നേ പറ്റൂ. ഞാനത് തന്നില്ലെങ്കിൽ മരിക്കുന്നത് വരെ അതിന്റെ വിഷമം എന്റെ മനസ്സിലുണ്ടാവും. കുട്ടി അത് വാങ്ങണം. പറ്റില്ലെന്ന് പറയരുത്. അയ്യോ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരി, അമ്മയ്ക്ക് തരണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഈ സാരി തന്നോളൂ. എനിക്കത് ഭയങ്കര സന്തോഷാ. അയ്യോ, ഈ കത്തിയ സാരിയോ? അതെ, അമ്മ എന്നെ നോക്കി നിന്നപ്പോ പറ്റിയ അബദ്ധമാണെങ്കിൽ അതിന് ദേവി അറിഞ്ഞു ചെയ്ത അനുഗ്രഹമാണെന്ന് കരുതി ഞാൻ അതിനെ വാങ്ങും. എത്ര ഭംഗിയായിരിക്കുന്നു അല്ലേ? ഇതൊന്ന് ഉടുത്തു നോക്കാൻ കൊതിയാവും എനിക്ക്. സാരി രാജനന്ദിനിയാ, അതതിന്റെ ഗുണം കാണിക്കും. എവിടെയെങ്കിൽ തന്നെ നോക്കട്ടെ. നല്ല വിലപിടിപ്പുള്ള സാരിയായത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി മാത്രമല്ല, ഈടും കൂടുതലാ. കടയിൽ ഒരു പീസിന് 8 മുതൽ 10,000 വരെ വില വരും. എന്റെ കരിക്കോത്തിയമ്മേ, 10,000? ഓ, ഈ സാരി അവര് ഫ്രീ ആയിട്ട് തന്നെങ്കിൽ അവരേതോ വലിയ വീട്ടിലെ അമ്മയായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിലപ്പോ രവിവർമ്മൻ സാറിനെക്കാളും വലിയ വീട്ടിലുള്ളതാവാനും മതി. ആ അമ്മയെ കാണാൻ നല്ല ഐശ്വര്യായിരുന്നു അമ്മേ. നല്ല ആഠ്യത്യം ഉണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെ കൈകൂപ്പി തൊഴണമെന്ന് തോന്നിപ്പോയി. അതിപ്പോ ആരായാലും ശരി, അവരുടെ കയ്യിൽ നിന്ന് നീ സാരി വാങ്ങരുതായിരുന്നു. അത് മോശമായി പോയി. ആ അമ്മ നിർബന്ധിച്ചിട്ടാ അച്ഛാ. ഇനി ഇത് വാങ്ങിച്ചില്ലെങ്കിൽ വേറെ വലിയ ഗിഫ്റ്റ് വാങ്ങിത്തരുന്നു ഭയന്നിട്ടാ എനിക്കിത് വാങ്ങേണ്ടി വന്നത്. എന്തായാലും നീ ഒന്നും മിണ്ടാത്തെ? ഇക്കാര്യം ചിറ്റപ്പനും കുഞ്ഞമ്മ അറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ഞാനിനി പറഞ്ഞു തരണോ നിനക്കത്? മായച്ചി, അത് ഞാൻ അന്ന് സാന്ദ്ര മാഡത്തിനോട് സംസാരിക്കാൻ. അത് നിനക്ക് ഫോണിൽ സംസാരിക്കായിരുന്നല്ലോ. എന്തിനാണ് അർദ്ധരാത്രി നേരിട്ടൊരു കൂടിക്കാഴ്ച?
അല്ലെങ്കിൽ തന്നെ മാഡത്തിനോട് സംസാരിച്ചിട്ട് നിനക്ക് രാത്രി തന്നെ ഓട്ടോ പിടിച്ച് മടങ്ങി വരായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നീട് എന്റെ കൂടെ വരായിരുന്നു. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ നിർബന്ധിച്ചിട്ടും നീ വാശി പിടിച്ചു. അപ്പോഴേ എനിക്ക് നിന്നെ സംശയം തോന്നിയതാ ശ്രീകുട്ടി. രവിവർമ്മൻ സാറ് നിനക്ക് ബോസ് മാത്രമല്ലാന്ന്. അതിനേക്കാൾ വലിയ മറ്റെന്തോ കൂടിയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. ഈ രവിവർമ്മൻ സാറ് നിന്നെ മാത്രം എന്തിനാ സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്? കമ്പനിയിലെ വേറെ എംപ്ലോയീസിനോട് ഇല്ലാത്ത താല്പര്യം നിന്നോട് മാത്രം എന്തിനാ? മനസ്സിലാവുന്നില്ല. എന്തേടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നോക്ക്, ഒരു പെൺകുട്ടി തന്റെ ബെഡ്റൂമിൽ ഒരു പുരുഷന്റെ ഫോട്ടോ വെച്ചാ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ കേട്ടോ. സാന്ദ്രമ്മയുടെ സ്വന്തം ബെഡ്റൂമിൽ രവിചന്ദ്രൻ വർമ്മ സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. രാത്രിയും പകലും കൺനിറയെ കാണാൻ. ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ. സാന്ദ്ര മേഡം തന്റെ മനസ്സിലും വീട്ടിലെ ബെഡ്റൂമിലും രവിവർമ്മൻ സാറിനെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നു. ഒന്നും രണ്ടും അല്ല, കഴിഞ്ഞ 10 വർഷമായി രവിവർമ്മൻ സാറിനോട് തന്റെ ഇഷ്ടം പറയാനാവാതെ സാന്ദ്ര മേഡത്തിന്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു. നാളെ അമ്മ ഓഫീസിൽ വരും. എനിക്കറിയാം, അമ്മ വരണമല്ലോ. നീ കുറച്ചു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്? മുന്നോട്ട് കൊണ്ടുപോകാനോ? എന്ത് കാര്യം? ശ്രീലക്ഷ്മിയുടെ കാര്യം തന്നെ. ലാപ്ടോപ്പ് മടക്കി വെച്ച് എണീറ്റപ്പോഴേ എനിക്ക് മനസ്സിലായി അസുഖം എന്താണെന്ന്. രാജാറാം, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിന്റെ പൊളിച്ച തമാശ വേണ്ട. ശരി ശരി. സാറ് കാര്യം പറ. എന്താ എത്ര സീരിയസ്? നാളെ അമ്മയും ശ്രീലക്ഷ്മിയും തമ്മിൽ കാണും. ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. ചെറിയതല്ല, വലിയ ടെൻഷൻ വേണമെന്നാ എന്റെ അഭിപ്രായം. കാരണം ബാക്കിയുള്ളവർ നിർബന്ധിച്ചിട്ടല്ല നീ പ്രേമിക്കുന്നത്, നിന്റെ മാത്രം ഇഷ്ടമാണത്. നോക്ക്, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്ക്. എനിക്ക് പോണം. വേറൊന്നും പറയാനല്ല, ആദ്യം ശ്രീലക്ഷ്മി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ നിമിഷം എന്റെ മനസ്സ് നിറയെ. ബെസ്റ്റ്. അതിനു മുമ്പ് ഒരു ഈശ്വര പ്രാർത്ഥന കൂടി പ്രോഗ്രാമിൽ ചേർത്താൽ നന്നായിരിക്കും. എന്താ, ഞാൻ സാന്ദ്ര മാഡത്തിനെ വിളിച്ച് പറയട്ടെ അജണ്ട മാറ്റി എഴുതാൻ? ഒന്നും മിണ്ടാതിരിക്കട. ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തിയ ശേഷം എങ്ങനെ അമ്മയോട് ഈ വിഷയം സംസാരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ. ചെറിയ ഒരു ധൈര്യക്കുറവുള്ളതുപോലെ. അതെ, പ്രായത്തിന്റെ കുഴപ്പമാണ് സാർ. പ്രായം കൂടുന്തോറും ധൈര്യം കുറയുമായിരിക്കും, പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ. അതൊന്നുമല്ല. ഇതിനോടൊപ്പം എനിക്ക് വേറൊരു പ്രശ്നം കൂടെ, അതാണ് അട്ടർ കൺഫ്യൂഷൻ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നതിനെ കുറിച്ചാണോ എന്തോ? അല്ല, അത് സാൻഡ്രയുടെ കാര്യത്തിൽ. അവളോട് എനിക്കുള്ള അടുപ്പവും ഇഷ്ടവും കെയറിങ്ങും ഒക്കെ അവൾ തെറ്റായ അർത്ഥത്തിൽ കാണുന്നു. അവളെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ശ്രീകുട്ടി നല്ല ഉത്സാഹത്തിലാണല്ലോ ഇന്ന്. സാരി ഉടുത്തോണ്ട് പോകാന്ന് പറയുന്നത് പ്രമോഷൻ കിട്ടിയ സന്തോഷത്തിലാണോ അതോ ഇനി രവിവർമ്മ സാറിനെ കാണിക്കാനാണോ? ഈ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ. എടിമായേ, ദോശ കരിയുന്നുണ്ട്. നീ എന്താ ഉറങ്ങുവാണോ അവിടെ? നീ ഒന്ന് ചെന്ന് സഹായിക്ക സരോജം. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കണമെന്നില്ല. പിന്നെ ഒരു ദോശ തിരിച്ചിടാൻ 4 ആള് വേണമല്ലോ.
ഈ പെൺപിള്ളാരെല്ലാം ഇങ്ങനെ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഈശ്വര. അതേ, നീ വലിയ ന്യായമൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞു വന്നപ്പോ നീ കുറച്ചുനാൾ എനിക്ക് കരിഞ്ഞ ദോശ തന്നെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. നിങ്ങക്ക് എന്നെ വിട്ടങ്ങ് ഗൾഫിലെങ്ങാനും പൊക്കൂടായിരുന്നോ? നമ്മുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടുമായിരുന്നല്ലോ. ഞാനന്ന് ഗൾഫിൽ പോയിരുന്നെങ്കിലേ നിന്റെ കരിഞ്ഞ ദോശ ആര് തിന്നുമായിരുന്നോടി? അത് നീ പറ. അയ്യോ, ഒന്നും പറയുന്നില്ലേ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് 100 കോടി പുണ്യം കിട്ടും. ദോശ ഇട്ടത് മതി, നീ പോയി ചമ്മന്തി ഉണ്ടാക്ക്. അല്ല കുഞ്ഞമ്മേ, ശ്രീകുട്ടി സാരി ഉടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ കുഞ്ഞമ്മ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്? അവക്ക് സാരി ചേരൂലേ? ഓ, അവള് ചെറിയ പെണ്ണല്ലേടി, ഇനി സമയമുണ്ടല്ലോ സാരിയെ കൊടുക്കാൻ. ആ, എന്നൊന്നും വിചാരിക്കണ്ട. നമുക്ക് മാത്രം നമ്മുടെ മക്കൾ എന്നും ചെറുതായിട്ട് തോന്നുന്നേ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ചിന്തിക്കുന്നേ. അവളും എന്ന് പറഞ്ഞ ആന്തടി നീ അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. മോളെ, ദേ ഫോൺ. ഹലോ മാഡം. ആ, ഞാൻ റെഡിയായി. ഇപ്പൊ ആയിരുന്നു. ആ, ശരി ശരി. സാന്ദ്ര മാഡം വിളിച്ചത്. ഞാൻ ഇതുവരെ റെഡി ആയില്ലല്ലോ. അവളുടെ പറച്ചില് കേട്ടാലേ നമ്മള് കാരണം ലേറ്റ് ആയി പോയെന്ന് തോന്നുമല്ലോ. അച്ഛാ, ശ്രദ്ധിച്ചോ? എന്ത്? ഇപ്രാവശ്യം അഷ്ടമിക്കേ അവള് ദുസ്വപ്നൊന്നും കണ്ടില്ല. ശരിയാ, കുറച്ചുനാളായി ദുസ്വപ്നം എപ്പോ കാണുന്നോ എപ്പോ കാണില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ കരിക്കൂത്തിയമ്മേ, അനുഗ്രഹിക്കണേ ദേവി. സ്വന്തം മോളുടെ കാര്യം കരിക്കോത്തി അമ്മയ്ക്ക് മാത്രം വിട്ടുകൊടുക്കല്ലേ കുഞ്ഞമ്മേ. ഇടയ്ക്കിടയ്ക്ക് അവളെ സ്വയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അമ്മ, സാറ് പറഞ്ഞത് കാര്യാക്കണ്ട. അമ്മ വന്ന സന്തോഷം കൊണ്ട് വെപ്രാളം പിടിച്ചു പറഞ്ഞപ്പോ വാക്ക് തിരിഞ്ഞുപോയതാ. സോറി അമ്മേ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടിട്ട് രാജാറാം ഇപ്പൊ ഓക്കെ അല്ലേ? താൻ എപ്പോഴും ഓക്കെ അല്ലേ? ചില സമയങ്ങളിൽ ഒഴികെ. നമസ്കാരം അമ്മേ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു രാമമൂർത്തി സാർ. സാറിന് സുഖമല്ലേ ഇവിടെ? ആ, സുഖമാണ് അമ്മേ. അമ്മയ്ക്ക് ജന്മദിനാശംസകൾ. താങ്ക് യു. നിങ്ങളെല്ലാവരും രവിയോടൊപ്പം ഉള്ളതാ എന്റെ ആശ്വാസം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇല്ലായിരുന്നെങ്കിൽ വർമ്മൻ ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ വളരില്ലായിരുന്നു. എല്ലാവർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദിയുണ്ട്. ഞങ്ങളെല്ലാവരും രവിവർമ്മൻ സാറിന്റെ സഹയാത്രികരാണ് മാഡം. മാസ്റ്റർ ബ്രെയിൻ എപ്പോഴും സാറിന്റെ മാത്രമാണ്. ഏയ്, അങ്ങനെയൊന്നല്ല. അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. നിങ്ങളെല്ലാവരും ഒപ്പമില്ലെങ്കിൽ വർമ്മൻ ഗ്രൂപ്പ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. അതെ. So on behalf of Mrs. Warman and me myself, we sincerely express our gratitude to all of you. A big salute. Thank you. മേഡം, സാറ് വേണ്ടെന്ന് പറഞ്ഞതാണ്. എങ്കിലും പ്രതീകാത്മകമായി ഞങ്ങളൊരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. മേഡം, അതൊന്ന് കട്ട് ചെയ്താൽ വളരെ സന്തോഷാകും. പിന്നെന്താ, വന്നോളൂ. അമേരിക്ക. ഓക്കെ ഗായ്സ്, രാജനന്ദിനി ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലാളിത്യത്തിന്റെയും അഴകിന്റെയും ഉറപ്പിന്റെയും അപൂർവതയുടെയും ഒരു കണ്ണാടിയാണെന്ന് ഞാൻ പറയും. എല്ലാത്തിലും ഉപരിയായി നിഷ്കളങ്കതയുടെ തന്നെ ഒരു പ്രതിബിംബം. അതുകൊണ്ട് തന്നെ രാജനന്ദിനിയുടെ ഹെഡാകാൻ പോകുന്ന ആളും ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ തന്നെയാണ് രാജനന്ദിനിയുടെ ഹെഡായിട്ട് അധികാരമേൽപ്പിക്കാൻ പോകുന്നത്. ഓഹോ,
അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ സർപ്രൈസ്? അതെ അമ്മ, ഡെഫിനറ്റ്ലി ആ ആളെ കണ്ടാൽ ആ സ്ഥാനത്ത് അധികാരമേൽക്കാൻ ഇതിനേക്കാൾ യോഗ്യതയുള്ള വേറൊരാളില്ല എന്ന് അമ്മ തന്നെ ഉറപ്പിച്ചു പറയും. എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോ ഞാൻ ആ വ്യക്തിയെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ? ഷുവർ സർ. Yes, sir. We are waiting. Ladies and gentlemen, please welcome our new head of Rajanandani Fabrics, Miss Sri Lakshmi. ആര് പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടെ? ഛേ, വരൂ ശ്രീലക്ഷ്മി. ആ കുട്ടി നിൽക്കൂ. ആദ്യം കുറച്ചു നേരം അമ്പലത്തിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടിയാണ് ഇതെന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അമ്പലത്തിൽ വെച്ച് വേറെ ഡ്രസ്സിലല്ലേ കണ്ടത്, ഇതുപോലൊന്നും ആയിരുന്നില്ല. അതാ ചെറിയൊരു ആശയക്കുഴപ്പം വന്നത്. നിന്നെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ നീ എന്തിനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? നിന്റെ ബോസ് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണോ ടെൻഷൻ? രവി വേറെ ഏതോ വിഷയത്തിൽ അപ്സെറ്റ് ആയതുപോലെയുണ്ട്. അവന്റെ സംസാരം മോളെ വിഷമിപ്പിച്ചു അല്ലേ? അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. എന്റെ മോനെ എനിക്കറിയാം, അവനൊരു പാവം കുട്ടിയാ. മറ്റൊരാളെ ഇഷ്ടപ്പെടാനേ അവന് കഴിയൂ, വെറുക്കാൻ അവന് കഴിയില്ല. അയ്യോ, എന്തു പറ്റി? എന്തിനാ കുട്ടി കരയുന്നേ? അയ്യേ, നോക്ക്, പെൺകുട്ടികൾ ഇങ്ങനെ തൊട്ടാവാടികളാകരുത്. ഒരാളൊരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞാൽ മുഖം കറക്കുന്നതും കലങ്ങുന്നതും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ചേരും.